ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാഷ് OET. ഇന്ന് നമുക്ക് ലിസണിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ് ചെയ്യുക ഈസി ആയിട്ട് എന്ന് നമുക്ക് പഠിക്കാം. അപ്പം അതിന് മുന്നേ ലിസണിങ്ങിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ട്സ് ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ലിസണിങ് എങ്ങനെയാണ് ചെയ്യുക എന്ന് ഞാൻ പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾക്ക് ഈസി ആയിട്ട് കിട്ടുക എന്ന് നോക്കാം. നമുക്കറിയാം എന്ത് നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് എങ്ങനെയാണ് ആ ഒരു ആൻസറിലേക്ക് വരിക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് വന്നാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് ലിസണിങ് ആയാലും റീഡിങ് ആയാലും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് എങ്ങനെ പാർട്ട് ബി നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സിനാരിയോ നമ്മൾ നോക്കണം. സിനാരിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്കറിയാമല്ലോ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മുടെ ലിസണിങ്ങിൻ്റെ എ പാർട്ടായാലും ബി പാർട്ടായാലും സി പാർട്ടായാലും. സി പാർട്ടിൽ ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും സംസാരിക്കുക, ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ ടൈപ്പ് ഉള്ളതാണെങ്കിൽ രണ്ടുപേരുടെ സംസാരമായിരിക്കും ഉണ്ടാവുക. പക്ഷേ പാർട്ട് എ ആൻഡ് പാർട്ട് ബി കംപ്ലീറ്റ്ലി ഒരു രണ്ട് പേഴ്സൺ തമ്മിലുള്ള സംസാരമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ സിനാരിയോ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. എന്തിനാണ് സിനാരിയോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. മെയിൽ വോയിസ്, ഫീമെയിൽ വോയിസ്, മിക്കവാറും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസ് ആയിരിക്കും സംസാരത്തിൽ ഉണ്ടാവുക. ചിലപ്പോൾ രണ്ട് ഫീമെയിൽസ് തമ്മിലുള്ള സംസാരം, രണ്ട് മെയിലിൻ്റെ വോയിസ് സംസാരം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതെന്താണ് എന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സിനാരിയോ നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനെ കുറിച്ച് അറിയാലോ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, താഴെ 3 ഓപ്ഷൻ ഉണ്ടാകും. ഓപ്ഷൻസ് എപ്പോഴും സർക്കിൾ എ ബി സി ഒരു സർക്കിളിനകത്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾക്ക് ആൻസർ കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ എ ആണെങ്കിൽ ആ എ എന്നുള്ള സർക്കിൾ നമ്മൾ നന്നായിട്ട് പെൻസിലും കൊണ്ട് ഷെയ്ഡ് ചെയ്യുക. പെൻസിൽ ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് OETയുടെ 4 മൊഡ്യൂളും ചെയ്യാൻ പറ്റുകയുള്ളൂ. പെൻസിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഇത്രയും നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, റീഡിങ് ആയാലും ലിസണിങ് ആയാലും വി ഷുഡ് റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്ലി. അതുമാത്രമല്ല, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി. ജസ്റ്റ് ഇപ്പം ക്വസ്റ്റ്യൻ വായിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ജസ്റ്റ് നമ്മൾ വായിച്ചിട്ട് പോയാൽ ആൻസർ കിട്ടാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക്. ക്വസ്റ്റ്യൻ മറക്കരുത്. ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ കറക്റ്റായിട്ട് ഉണ്ടാവണം. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മറന്നു പോരുത്. അഥവാ മറന്നാൽ ഓടി വന്ന് ക്വസ്റ്റ്യൻ ഇടയ്ക്കൊന്ന് നോക്കിക്കോണം അവരുടെ സംസാരത്തിനിടയ്ക്ക്. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്ക് ആ സംസാരം മുറിഞ്ഞു പോകും. അവർ പറയുന്നത് എന്താണെന്നുള്ള മറന്നു പോകും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നമ്മൾക്ക് അവർ തരുന്ന പാർട്ട് ബി തന്നതിന് ശേഷം ദേ വിൽ ഗീവ് യു എ ഫ്യൂ സെക്കൻഡ്സ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻസ്. ഓക്കെ, സോ ആ ടൈമിൽ തന്നെ യു ഷുഡ് റീഡ് ദ ക്വസ്റ്റ്യൻ ക്ലിയർലി ആൻഡ് കംപ്ലീറ്റ്ലി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. ഡു നോട്ട് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു, എന്നിട്ട് അതിൽ എന്താണുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി വി ഷുഡ് ഐഡൻറ്റിഫൈ ദ ജെൻഡറാണ്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമുക്ക് 2 ഫീമെയിൽ വോയിസ്, ചിലപ്പോൾ നമുക്ക് 2 മെയിൽ വോയിസ് വന്നാൽ ഈ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രായോഗികമല്ലാതായി പോകും. ബട്ട് ഇഫ് യു ഗെറ്റ് എ ഫീമെയിൽ വോയിസ് ആൻഡ് എ മെയിൽ വോയിസ് ഇൻ ദ കോൺവെർസേഷൻ, ദിസ് മെത്തേഡ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. സോ ഫോളോ ദിസ്. അപ്പോൾ നമ്മൾ ജെൻഡർ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുവാണ്. സോ അതിനകത്ത് കോൺവെർസേഷനിൽ മെയിനായിട്ടുള്ള ജെൻഡർ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. കൺസേൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഐ മീൻ ഇപ്പോൾ പറയുകയാണ് വാട്ട് ഈസ് പേഷ്യൻസ് കൺസേൺ എന്നാണെന്നിരിക്കട്ടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? അതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, പേഷ്യൻ്റ് കൺസേൺ ആണ് ക്വസ്റ്റ്യൻ. സോ ഓൾവേസ് വെനെവർ വി ഹിയർ ദ വോയിസ്, വെനെവർ ഹിയർ ദ ഓഡിയോ, നമ്മൾ അതിനകത്ത് ലിസൺ ചെയ്യണം. നമുക്കൊരു 2-3 ടൈപ്പിൽ ഈ കൺസേണിൻ്റെ സിനണിം അന്നേരം ഒന്ന് പഠിച്ചു വെക്കണം എപ്പോഴും കേട്ടോ. അതായത് ചിലപ്പോൾ പേഷ്യൻ്റ് പറയുന്ന മൈ കൺസേൺ ഈസ്, അതർവൈസ് മൈ ആം ആൻഷ്യസ് എബൌട്ട്, അല്ലെങ്കിൽ മൈ ഇഷ്യൂ ഈസ്, മൈ വറി ഈസ്. ഇതൊക്കെ കൺസേൺ ആണ്. അങ്ങനെ കൂട്ടിയിട്ടായിരിക്കും പേഷ്യൻ്റ് പറയുക. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പേഷ്യൻ്റ് എന്താണ് പറയുന്നത് എന്നുള്ള വെരി ക്ലിയർലി യു ഷുഡ് ലിസൺ. കോൺസെൻട്രേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ റീഡിങ് ആൻഡ് ലിസണിങ്. ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു. Many times I repeated it. So concentration is very much important.
കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, എന്താണ് അവർ ആ കൺസേണിനെ കുറിച്ച് പറയുന്നത്, ആൻഷ്യസ് ആണെന്നാണോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജെൻഡർ തമ്മിൽ മിക്കവാറും നല്ലൊരു ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ പേഷ്യൻ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ക്വസ്റ്റ്യൻ വായിക്കുമ്പം. പേഷ്യൻ്റ് ഫീമെയിൽ ആയിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ആണ് വരുന്നതെങ്കിൽ ആ ഫീമെയിൽ വോയിസിൽ എന്താണോ പറയുന്നത് അത് നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇഫ് യുവർ പേഷ്യൻ്റ് ഈസ് മെയിൽ ആൻഡ് ദ അതർ പേഴ്സൺ ഈസ് ഫീമെയിൽ വോയിസ്, you should concentrate on the male voice. Okay, if your patient is female and other voice is male patient voice, you should concentrate on the male voice. അപ്പോൾ രണ്ടും തിരിച്ച് കാണുക. ഇനിയിപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ, ഇഫ് യു ആർ ഗെറ്റിംഗ് സിമിലർ ജെൻഡർ, മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, അപ്പോൾ അതനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് ഡിഫറെൻറ്റ് ജെൻഡർ ആണെങ്കിൽ മാത്രമാണ് ഈ ഐഡിയ വർക്കൗട്ട് ആവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു വോയിസിന്, ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ആ ഒരു വോയിസിന് യു ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ ദ വോയിസ്. നെക്സ്റ്റ്, മിക്കവാറും നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ആ കൺസേൺ എന്നുള്ളതിൻ്റെ ആൻഷ്യസ്, ക്യൂരിയോസിറ്റി, ഐ ആം ക്യൂരിയസ്, അങ്ങനെയൊക്കെയുള്ള അവരെന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒന്നുകൂടെ കൂടി ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാനുള്ളത്, ഇതിനകത്ത് നമുക്ക് എപ്പോഴും കൺസേൺ ആണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഡോക്ടറിൻ്റെ കൺസേൺ ആയിരിക്കും കേട്ടോ, നോട്ട് അബൌട്ട് പേഷ്യൻ്റ് കൺസേൺ. ചിലപ്പോൾ ഒരു ഡോക്ടർ ആൻഡ് ഒരു നേഴ്സുമായിട്ടുള്ള സംസാരമായിരിക്കും. അപ്പോൾ ഡോക്ടർ വിൽ ബി ദ അതിനകത്ത് കൺസേൺ പറയുന്ന ആൾ. ചിലപ്പോൾ നേഴ്സായിരിക്കും കൺസേൺ പറയുന്നത്. അപ്പോൾ ഡോക്ടർ ലിസണർ ആയിരിക്കും. സംടൈംസ് ഡോക്ടർ വിൽ ബി ദ ലിസണർ, സംടൈംസ് ദ നേഴ്സ് വിൽ ബി ദ ലിസണർ, അല്ലെങ്കിൽ കൊളീഗിനോട് സംസാരിക്കുന്നതായിട്ടായിരിക്കും. എന്തായാലും നമ്മൾ ആ കൺസേൺ ആരുടെയാണോ പറഞ്ഞിരിക്കുന്നത് അവരുടെ വോയിസ് നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഡോക്ടറിൻ്റെ കൺസേൺ ആയിരിക്കും, പേഷ്യൻറ്റിൻ്റെ ഫിസിയോതെറപ്പിയെക്കുറിച്ചോ അല്ലെങ്കിൽ മെഡിക്കേഷൻസിനെ കുറിച്ചോ എന്തെങ്കിലും കൺസേൺ ആയിരിക്കും. എങ്ങനെ വന്നാലും അവരതിനകത്ത് 2-3 കാര്യങ്ങൾ പറയും. മൈ കൺസേൺ ഈസ്, അല്ലെങ്കിൽ മൈ ഇഷ്യൂ ഈസ്. അതിനുശേഷം രണ്ടാമത് ബട്ട് യു നോ മൈ പ്രൈമറി കൺസേൺ ഈസ്. അപ്പോൾ അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അവരുടെ ആദ്യത്തെ കൺസേൺ എന്നുള്ളതാണ്, അപ്പോൾ ഇച്ചിരിയോടെ കൂടി അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി അവർ സ്ട്രെസ് ചെയ്തിട്ട് പക്ഷേ ഹൗവർ ഐ ഹാവ് മോർ കൺസേൺ അബൌട്ട്, അങ്ങനെയുള്ള ഒരു ടീമിൽ അവർ പറയും. അപ്പോൾ എല്ലാ കോൺവെർസേഷനും ശ്രദ്ധിക്കണം, 2-3 കൺസേൺ അവർക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതെന്താണോ അതനുസരിച്ച് കേട്ടിട്ട് എഴുതുക. ഇത്രയുമാണ് ലിസണിങ്ങിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്തേക്ക് പോകാം. ഞാനൊരു ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, യു ഹിയർ എ ഡോക്ടർ എക്സ്പ്ലെയിൻ ഗ്യാസ്ട്രോസ്കോപ്പി ടു എ പേഷ്യൻറ്റ്. അപ്പോൾ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഗ്യാസ്ട്രോസ്കോപ്പി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഡോക്ടേഴ്സ് എക്സ്പ്ലനേഷൻ. ഡോക്ടേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ്റെ പർപ്പസാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഓപ്ഷൻ നമുക്ക് വായിക്കാം. ടു മേക്ക് ദ പേഷ്യൻറ്റ് സൈൻ ദ കൺസേൺ ഫോം ബിഫോർ ദ പ്രൊസീജിയർ. അപ്പോൾ പേഷ്യൻറ്റ് ഈ പ്രൊസീജിയറിന് മുന്നേ ഒന്ന് കൺസേൺ ഫോം സൈൻ ഇടാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ പ്രൊസീജിയറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് എ ഓപ്ഷൻ. ബി ഓപ്ഷൻ, ടു റെഡ്യൂസ് ദ പേഷ്യൻറ്റ് ഫിയർ ഓഫ് സൈഡ് എഫക്ട്സ് ബിഫോർ ദ പ്രൊസീജിയർ. ഓക്കെ, പേഷ്യൻറ്റിന് എന്തായാലും ഫിയർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സൈഡ് എഫക്ട്സിനെ കുറിച്ചുള്ള ഫിയർ റെഡ്യൂസ് ചെയ്യാനാണ്. ടു എക്സ്പ്ലെയിൻ പോസിബിൾ സൈഡ് എഫക്ട്സ് ബിഫോർ സൈനിങ് ദ കൺസെൻറ്റ് ഫോം. കൺസെൻറ്റ് ഫോം സൈൻ ഇടുന്നതിന് മുന്നേ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് മൂലം എന്തെല്ലാം സൈഡ് എഫക്ട്സ് ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 3 ഓപ്ഷനും വായിച്ചു, ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനും വായിച്ചു. അപ്പോൾ നമുക്കിനി ഓഡിയോ ഒന്ന്. Now, I just have to go through some possible side effects of the gastroscopy, if that's okay with you. Yes, fine. First of all, I can assure you that in most cases the procedure is problem-free. But I have to point out to you some side effects so that you are aware of them before you sign the consent form. Is that okay? Yes, fine. Right. Well, some people can have a mild sore throat for a day or 2 after the procedure. And if you have been given something to make you drowsy, you may feel a bit tired afterwards as well. And some people can get a chest infection or pneumonia. But remember, this does not mean that you will necessarily get these as well. Okay, I hope not. And on the odd occasion,
The endoscope can cause some bleeding or infection in the gut and can also puncture the gullet or stomach, but this happens very rarely. I see. Is there anything that you would like to ask me, or go for again, or? ആൻസർ മാത്രം വരുന്ന ഭാഗം നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ടിൽ ഇട്ടിട്ടുണ്ട്. സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം അവരുടെ സംസാരത്തിൽ നിന്നും അവർ പറയുന്നുണ്ട്, അത് ആദ്യം തന്നെ പറയുന്നുണ്ട്, സാധാരണയായിട്ട് വലിയ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ എന്നിരുന്നാലും ബട്ട് ഐ ഹാവ് ടു പോയിൻ്റ് ഔട്ട് ടു some side effects that you are aware of them before you sign the consent form. Is that okay? അപ്പോൾ സാധാരണയായിട്ട് ഉണ്ടാവാറില്ല, എന്നാലും കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് നീ സൈൻ ചെയ്യുന്നതിന് മുന്നേ, കൺസെൻറ്റ് ഫോം സൈൻ ഇടുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുവാണ്, ദാറ്റ്സ് ഓക്കെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോൺവെർസേഷൻ്റെ പർപ്പസ് എന്താണ്, ആളുടെ എക്സ്പ്ലനേഷൻ്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻ സി ആണ്, സൈഡ് എഫക്ട്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കൺസെൻറ്റ് ഫോം സൈൻ ഇടുന്നതിന് മുന്നേ എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടുണ്ടാകുന്നു. ഇന്നത്തെ ലിസണിങ് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിനകത്ത് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ അഡ്മിഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.